അങ്ങനെ ഗംഗാവലി പുഴയിലിടാൻ ഉദ്ദേശിച്ചിട്ടില്ല അവരെ. ഞാൻ അപ്പോഴേ പറഞ്ഞു ലോറിക്ക് അധികം പരിക്കുണ്ടാവില്ല, ക്യാബിന് അധികം പരിക്കുണ്ട്, ചിന്നിച്ചിതറൂല. എനിക്ക് ഉറപ്പുണ്ടായിരുന്നു ഓന ക്യാബിൻ്റെ ഉള്ളിലുണ്ടാവും. അർജുൻ സഞ്ചരിച്ച ട്രക്കിന്റെ ഓണർ കൂടിയായ മനാഫ് അന്ന് മുതൽ തന്നെ സംഭവ സ്ഥലത്ത് നിന്ന് മാധ്യമങ്ങളോടും വീട്ടുകാരോടൊക്കെ പറയുന്നുണ്ട്, അർജുൻ ഈ ട്രക്കിന്റെ ക്യാബിന്റെ ഉള്ളിൽ തന്നെയുണ്ട്, അർജുനെ നമുക്ക് തിരിച്ചു കിട്ടും, അർജുനെ നമുക്ക് വീണ്ടെടുക്കണം എന്ന രീതിയിൽ അന്ന് മുതൽ എല്ലാ വാതിലും മുട്ടിക്കൊണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരെയും കണ്ടുകൊണ്ട് തന്നെ മനാഫ് ഉറച്ച ശബ്ദത്തിൽ അന്ന് മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതാണ് ഇന്ന് സംഭവിച്ചിരിക്കുന്നത്. അർജുനെ കിട്ടിയിരിക്കുകയാണ്, അർജുൻ്റെ ട്രക്കിന്റെ ക്യാബിൻ കിട്ടിയിരിക്കുകയാണ്. ആ ക്യാബിനുള്ളിൽ അർജുൻ ഉണ്ടായിട്ടുണ്ട്. അത് തന്നെയാണ് അന്ന് മുതൽ മനാഫ് പറഞ്ഞുകൊണ്ടിരിക്കുന്നതും. മനാഫ് അന്ന് പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് മനാഫിന് ഈ ലോറി കിട്ടണം അല്ലെങ്കിൽ ഇൻഷുറൻസ് തുക കിട്ടണം എന്നൊക്കെ പറഞ്ഞ് പല കഥകളും ഈ യൂട്യൂബ് ചാനലുകൾ അതേപോലെ തന്നെ ഇവിടുത്തെ മാധ്യമങ്ങളൊക്കെ എന്തൊക്കെയോ എഴുതിയിട്ടുണ്ട്. ഇന്ന് മനാഫിന്റെ വീഡിയോ പുറത്തു വന്നതോടെ മനാഫിനെ പുകത്തിക്കൊണ്ട് ഇതേ മാധ്യമങ്ങളും യൂട്യൂബുകാരൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. എന്നാൽ അന്ന് കുറ്റം ഇതേപോലത്തെ പല തരത്തിലുള്ള കുറ്റങ്ങളും പല